പേജ് 47 അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നീല നിറത്തിൽ ഒരു സമപാർശ്വ ത്രികോണം തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇനി തുല്യമായ വശങ്ങൾ വ്യാസമായി വരുന്ന രീതിയിൽ ഇവിടെ രണ്ട് വൃത്തങ്ങൾ ഇടതുവശത്തും വലതുവശത്തും തന്നിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് വൃത്തങ്ങളും മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ വൃത്തമായി പരിശോധിക്കാനാണ് ഇവിടെ സൂചന തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന ആശയം. രണ്ടാമത്തേത്, സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രധാന സവിശേഷത. ഇപ്പൊ നമുക്ക് ഒരു സമപാർശ്വ ത്രികോണം തന്നാൽ അതിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ഈ തുല്യമായ വശങ്ങൾക്ക് ഒരു പൊതുബിന്ദു ഉണ്ടായിരിക്കും, അതായത് പൊതുവായ ഒരു മൂല ഉണ്ടായിരിക്കും. ആ മൂലയിൽ നിന്നും മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബരേഖ മൂന്നാമത്തെ വശത്തെ സമഭാഗം ചെയ്യും. അങ്ങനെ ഒരു പ്രധാന തത്വം ആർക്കുണ്ട്? സമപാർശ്വ ത്രികോണത്തിനുണ്ട്. അതും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും എന്ന ആശയവും ഉപയോഗിച്ചാണ് ഇത് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിത്രത്തിൽ കുറച്ച് ബിന്ദുക്കൾക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വയലറ്റ് നിറത്തിലാണ് നമ്മുടെ ത്രികോണം ABC വരച്ചിരിക്കുന്നത്. അത് മട്ടത്രികോണമാണ്. ഇവിടെ സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ ABയും AC-യും തുല്യ നീളമുള്ളവയാണ്. AB സമം AC ആണ്. ഇനി AB എന്ന വശം വ്യാസമായി വരുന്ന വൃത്തമാണ് ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. വലതുവശത്തെ വൃത്തത്തിൽ AC വ്യാസമായി വരുന്നു. ഇനി D എന്ന ബിന്ദു, അത് നോക്കൂ, നമ്മുടെ രണ്ട് വൃത്തങ്ങളും യോജിക്കുന്ന BC-യിലെ ബിന്ദുവാണ്. രണ്ട് വൃത്തങ്ങളും BC-യിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് D എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ചിത്രത്തിൽ നിന്നും കിട്ടുന്നത്. ഇനി നമ്മൾ രണ്ട് വൃത്തങ്ങളും D എന്ന ബിന്ദുവിലൂടെ പോകുന്നുണ്ട്. ഈ D എന്ന ബിന്ദു BC-യുടെ മധ്യബിന്ദു ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഈ DA എന്ന് പറയുന്ന വര വരയ്ക്കാം. അതായത് D-നെയും A-നെയും നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര വെച്ച് യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിനി എന്ത് ചെയ്യാം? തെളിയിക്കാനുള്ള
സ്റ്റെപ്പുകൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഈ DA എന്ന് പറയുന്ന വര BCയുടെ ലംബരേഖയാണെന്ന് തെളിയിക്കുക. ഓക്കെ, അങ്ങനെ തെളിയിച്ചാൽ നമുക്ക് നമ്മുടെ സമപാർശ്വ ത്രികോണത്തിന്റെ തത്വമനുസരിച്ച് BD സമം DC എന്ന് തെളിയിക്കാൻ കഴിയും. BDയും DCയും തുല്യമായാൽ അതിന്റെ അർത്ഥം എന്താണ്? BCയുടെ മധ്യബിന്ദുവാണ് D എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ DA എന്ന് പറയുന്നത് BCക്ക് ലംബമാണെന്ന് പ്രൂവ് ചെയ്യണം. അത് എങ്ങനെ തെളിയിക്കാം അത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് നമ്മുടെ ഇടതുവശത്തുള്ള വൃത്തം നോക്കാം. ഇടതുവശത്തുള്ള വൃത്തത്തിൽ AB വ്യാസമാണ്. ഓക്കെ, കൂടാതെ ഈ D എന്ന ബിന്ദു വൃത്തത്തിലുള്ളതാണ്. അതായത് ഈ D എന്നത് ഒരു അർദ്ധവൃത്തത്തിൽ കിടക്കുന്ന ബിന്ദുവാണ്. കാരണം എയും ബിയും വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണ്. അതുകൊണ്ട് എന്താണ്, ഈ D എന്ന ബിന്ദു ഒരു അർദ്ധവൃത്തത്തിലാണ് കിടക്കുന്നത്. ഇനി അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും എന്താണ്? മട്ടകോണുകളാണ്. അതുകൊണ്ട് കോൺ ADB 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്റ്റെപ്പ് 1 പറഞ്ഞിരിക്കുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ് AB. ബിന്ദു D ഈ വൃത്തത്തിന് മുകളിൽ കിടക്കുന്നതാണ്, അതായത് വൃത്തത്തിലുള്ളതാണ്. അപ്പോൾ അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും എന്ന ആശയം അനുസരിച്ച് എന്ത് കിട്ടും? കോൺ ADB 90 ഡിഗ്രിയാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺ ADB 90 ഡിഗ്രി ആയാൽ അതിന്റെ അർത്ഥം എന്താണ്? AD എന്ന വര BCയുടെ ലംബരേഖയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് കിട്ടി? കോൺ ADB 90 ഡിഗ്രി ആയതുകൊണ്ട് AD എന്ന വര BCക്ക് ലംബമാണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകതയാണ് നോക്കാൻ പോകുന്നത്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമപാർശ്വ ത്രികോണത്തിന്റെ പ്രധാന തത്വം. എന്താണ് ആ തത്വം? നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഒന്നുകൂടി നോക്കൂ. ഇതാ, ഒരു സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും മൂന്നാമത്തെ വശത്തേക്ക് വരയ്ക്കുന്ന ലംബരേഖ ആ വശത്തെ സമഭാഗം ചെയ്യും. ഇവിടെ ABC എന്ന സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾ ABയും ACയുമാണ്. അവ ചേരുന്ന മൂല എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ Aയിൽ നിന്നും മൂന്നാമത്തെ വശമായ BCയിലേക്ക് വരയ്ക്കുന്ന ലംബരേഖ, ഇത് AD ലംബരേഖയാണെന്ന് നമുക്ക് മനസ്സിലായി. ആ ലംബരേഖ AD BCയെ സമഭാഗം ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? BD സമം DC എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ സ്റ്റെപ്പ് 4 പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കൂ. എ ബി സമം എ സി ആയതുകൊണ്ട് നമ്മുടെ ത്രികോണം എ ബി സി സമപാർശ്വ ത്രികോണമാണ്. കൂടാതെ എ ഡി എന്താണ്? ലംബരേഖയുമാണ്. ഓക്കെ. അപ്പോൾ അതിൽ നിന്നും ബി ഡി സമം ഡി സി എന്ന് കിട്ടും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനാൽ ഡി എന്നത് മൂന്നാമത്തെ വശമായ ബി സിയുടെ കൃത്യം മധ്യബിന്ദുവാണ്. അപ്പോൾ നമ്മൾ ഇടതുവശത്തുള്ള വൃത്തം ബി സിയുടെ മധ്യബിന്ദുവായ ഡിയിലൂടെ പോകുന്നുണ്ട് എന്ന് സ്ഥാപിച്ചു. ഇനി നമുക്ക് വലതുവശത്തുള്ള വൃത്തം ഡി എന്ന ബിന്ദുവിലൂടെ പോകുന്നുണ്ട് എന്ന് ഇതേപോലെ തന്നെ സ്ഥാപിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 5 നമ്മൾ വശം എ സി വ്യാസമായി വരയ്ക്കുന്ന രണ്ടാമത്തെ വൃത്തം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കോൺ എ ഡി സി 90 ഡിഗ്രിയാണെന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? ഇവിടെ എ സി വ്യാസമാണ്. നമ്മുടെ ഡി എന്ന ബിന്ദു ഈ എ സി എന്ന ചാപത്തിലാണ് കിടക്കുന്നത്. അത് അർദ്ധവൃത്തമാണ്. അർദ്ധവൃത്തത്തിലെ കോണ് വട്ടക്കോണായിരിക്കും. അതുകൊണ്ട് കോൺ എ ഡി സി 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. നേരത്തെ നമ്മൾ ഇടതുവശത്തെ വൃത്തത്തിന് പറഞ്ഞതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? വശം എ സി വ്യാസമായി വരയ്ക്കുന്ന രണ്ടാമത്തെ വൃത്തം പരിശോധിച്ചാൽ കോൺ എ ഡി സി 90 ഡിഗ്രി എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എ ഡി ബി സിക്ക് ലംബമാണെന്ന് കിട്ടും. പിന്നെ നമ്മൾ സമപാർശ്വ ത്രികോണത്തിന്റെ തത്വമനുസരിച്ച് എയിൽ നിന്നും വരയ്ക്കുന്ന ലംബരേഖ എ ഡി ബി സിയെ സമഭാഗം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. അതായത് ബി ഡി സമം ഡി സി ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ വൃത്തം ഡി എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇടതുവശത്തെ വൃത്തവും വലതുവശത്തെ വൃത്തവും ഡി എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ്? സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന രണ്ട് വൃത്തങ്ങളും മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് മനസ്സിലാക്കാം. നമുക്ക് ആ രണ്ടാമത്തെ ത്രികോണത്തിന്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. ഓക്കെ. അത് നോക്കൂ. സ്റ്റെപ്പ് 5. ഇടതുവശത്തെ വൃത്തത്തിന് ചെയ്ത പോലെ വശമായ എ സി വ്യാസമായി വരയ്ക്കുന്ന രണ്ടാമത്തെ വൃത്തം പരിശോധിച്ചാലും കോൺ എ ഡി സി 90 ഡിഗ്രി ആയതുകൊണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തം വശമായ ബി സിയെ മുറിക്കുന്നത് ഇതേ മധ്യബിന്ദുവായ ഡിയിലൂടെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോ രണ്ട് വൃത്തങ്ങളും ബി സിയെ ഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന രണ്ട് വൃത്തങ്ങളും മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകും എന്ന് നമ്മൾ തെളിയിച്ചു. ഓക്കെ.
അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഡി എന്ന ബിന്ദു അർദ്ധവൃത്തത്തിലാണ് വരുന്നത്. അതുകൊണ്ട് കോൺ എ ഡി ബി, അതേപോലെ കോൺ എ ഡി സി അത് 90 ഡിഗ്രികളായിരിക്കും. ഇനി എന്താണ്? 90 ഡിഗ്രി ആയതുകൊണ്ട് ഡി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എ ഡി എന്ന് പറയുന്നത് ബി സിക്ക് ലംബമായിരിക്കും. ഇനി സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത, അതായത് തുല്യമായ വശങ്ങൾ കൂടിച്ചേരുന്ന മൂല എ ആണ്. അവിടെ നിന്ന് വരയ്ക്കുന്ന ലംബരേഖ മൂന്നാമത്തെ വശമായ ബി സിയെ തുല്യമായി ഭാഗിക്കുന്നു. അപ്പോൾ എന്താണ്? ഡി മധ്യബിന്ദുവാണ്. കാരണം ഇടത്തെ വശത്തെ വൃത്തത്തിലും വലതുവശത്തെ വൃത്തത്തിലും ഡി ബിന്ദുവാണ്. അതുകൊണ്ട് എന്താണ്? നമ്മുടെ തുല്യമായ വശങ്ങൾ വ്യാസമായി വരയ്ക്കുന്ന രണ്ട് വൃത്തങ്ങളും മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ഒന്നും കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്ത പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു.